അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനുബന്ധമായുള്ള സംവാദം ആരംഭിച്ചു. വീണ്ടും ട്രംപും കമലാ ഹാരിസും മുഖാമുഖം എത്തുകയാണ്. ട്രംപിന് ഇനി പ്രതീക്ഷയുടെ നാളുകളാണ്. ദേശീയ സർവേകളിൽ 1% ട്രംപിന് മുൻതൂക്കം പറയുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതിനായുള്ള ടെലിവിഷൻ സംവാദത്തിൽ വിവിധ വിഷയങ്ങളിൽ പരസ്പരം കടന്നാക്രമിച്ചിരിക്കുകയാണ് ഇരുവരും. മൊത്തത്തിൽ ചൂട് പകർന്നതായിരുന്നു കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപ് സംവാദം. വിവാദ വിഷയങ്ങളിൽ പരസ്പരം കടന്നാക്രമിച്ചുകൊണ്ടാണ് ഫിലാഡൽഫിയയിൽ നടന്ന ഇത്തവണത്തെ ആദ്യ സംവാദത്തിൽ ഇരു സ്ഥാനാർത്ഥികളും പങ്കെടുത്തത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മുതൽ ക്യാപിറ്റോൾ ആക്രമണം വരെ സംവാദത്തിൽ വിഷയമായപ്പോൾ കമലാ ഹാരിസിന് എതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത്. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള പുതു നേതൃത്വം, പുതുതലമുറയുടെ വാക്താവാണ് താൻ എന്നായിരുന്നു കമലയുടെ വാക്കുകൾ. സാമ്പത്തിക രംഗത്തെ ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് സംവാദം തുടങ്ങിയത്. ഞാൻ കമലാ ഹാരിസ് ആണ് എന്ന് ട്രംപിനോട് ഹസ്തദാനം നൽകിയാണ് കമല സംസാരിച്ചു തുടങ്ങിയത്. അമേരിക്കൻ സാമ്പത്തിക രംഗം, നികുതി, തൊഴിലില്ലായ്മ, കുടിയേറ്റം തുടങ്ങി പല വിഷയങ്ങളിൽ സംവാദം നടത്തിയിരുന്നു. കമലാ ഹാരിസിനെ ഒരു ഘട്ടത്തിൽ മാർക്സിസ്റ്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ബൈഡൻ ഭരണകൂടം ഭ്രാന്തൻ നയങ്ങൾ കൊണ്ട് രാജ്യത്തെ നശിപ്പിച്ചു എന്നും ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. എന്നാൽ ഇതിനുള്ള മറുപടി നൽകുന്നതിൽ ഒട്ടും പുറകിലായിരുന്നില്ല കമലാ ഹാരിസ്. ട്രംപിനോടുള്ള അമേരിക്കൻ ജനതയുടെ മടുപ്പിന്റെ സൂചനയാണ് റാലികളിൽ കാണുന്ന ജനങ്ങളുടെ കുറവെന്നായിരുന്നു കമലയുടെ മറുപടി. ലോക നേതാക്കൾ ട്രംപിനെ നോക്കി ചിരിക്കുകയാണ് എന്നും കമലാ ഹാരിസ് തുറന്നടിച്ചു. അമേരിക്കൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പയറ്റായിരുന്നു ഇരു നേതാക്കളും തമ്മിലുണ്ടായത്. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുക എന്ന ട്രംപിന്റെ നയങ്ങളെയും കമലാ ഹാരിസ് വിമർശിച്ചു. ഏറ്റവും മോശമായ തൊഴിലില്ലായ്മയാണ് ട്രംപ് ഭരണകാലം സമ്മാനിച്ചത് എന്നും ജനങ്ങൾ അധികാരത്തിലെത്തിയ ശേഷം ഈ സാഹചര്യം ഇല്ലാതാക്കുകയായിരുന്നു എന്നും കമലാ ഹാരിസ് പറഞ്ഞു. എന്നാൽ രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ ഇതിനോടുള്ള പ്രതിരോധം. ബൈഡൻ ഭരണകാലം ഇടത്തരക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നും ഇദ്ദേഹം ആരോപിച്ചു. തുടർന്ന് കുടിയേറ്റ വിഷയത്തിലേക്ക് വഴിമാറ്റുകയായിരുന്നു സംവാദം. മെക്സിക്കൻ കുടിയേറ്റത്തെ ഭ്രാന്തന്മാരുടെ കുടിയേറ്റം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഗർഭചിത്രത്തിനുള്ള ഭരണഘടനാപരമായ അവകാശം അസാധുവാക്കാനുള്ള സുപ്രീം കോടതി വിധിയിലായിരുന്നു പിന്നീടുള്ള ചർച്ചകളെത്തിയത്. ഗർഭചിത്രത്തിനുള്ള ഭരണഘടനാപരമായ അവകാശം സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ നിലനിൽക്കണം എന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. പിന്നീട് ക്യാപിറ്റോൾ ആക്രമണത്തിൽ ട്രംപിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്ത കമലാ ഹാരിസ് അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമാണിതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൽ ഖേദമില്ലെന്നാണ് ട്രംപ് തിരിച്ചു പ്രതികരിച്ചത്. സമാധാനപരമായ പ്രതിഷേധത്തിനാണ് താൻ ആഹ്വാനം ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ തകർത്തുവെന്ന് കമല വിമർശിച്ചു. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പരാമർശിച്ചാണ് ട്രംപ് പിന്നെ സംസാരിച്ചത്. ഇസ്രായേൽ വിഷയം പരാമർശിച്ച ട്രംപ് കമലാ ഹാരിസിന് ഇസ്രായേൽ വിരുദ്ധ നിലപാടാണെന്നും കുറ്റപ്പെടുത്തി. കമല ജയിച്ചാൽ 2 വർഷത്തിനകം ഇസ്രായേൽ ഇല്ലാതാക്കുമെന്നും കുറ്റപ്പെടുത്തി. ട്രംപിനെതിരായ ക്രിമിനൽ കുറ്റങ്ങളടക്കം കമലാ ഹാരിസ് ആയുധമാക്കിയിരുന്നു. അഭയാർത്ഥി പ്രശ്നമാണ് ട്രംപ് ശക്തമായി ഉന്നയിച്ചത്. ഇരുവരുടെയും വാക്കേറ്റം ശക്തമായി തുടർന്നുകൊണ്ടിരുന്നു. ചൂടുപിടിച്ച സംവാദത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് ചൂടുകൂടിയാണ് ഇനി അമേരിക്ക കാണാൻ പോകുന്നത്.